ഗായ്സ് ഇപ്പം നമ്മളുണ്ടല്ലോ നമ്മുടെ പാലത്തിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. അപ്പം ഈ പുഴയാണ് നമ്മുടെ വീടിൻ്റെ താഴേക്കൂടെ ഒഴുകുന്ന പുഴ കേട്ടോ. അപ്പം നമ്മുടെ ചീങ്കലപ്പുഴയും കുന്നച്ചേട്ടൻ്റെ പുഴയും എല്ലാം നമ്മുടെ ഈ നരസിയാണ്. അവരെല്ലാവരും ഒഴുകി വരുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നരസി നച്ചൻപുഴ. അങ്ങനെ ദാ ഇവിടെ കുറേ വള്ളിക്കുടലുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടിക്കളഞ്ഞു എന്ന് തോന്നുന്നു. കാരണം കുറേ വെട്ടിക്കളഞ്ഞത് നിലത്ത് കിടപ്പുണ്ട്, കാരണം അവർ ക്ലീൻ ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അപ്പം നമ്മൾ പുഴയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വരുമ്പോൾ അത്യാവശ്യം മോസ്റ്റ് വെള്ളം ഉണ്ടായിരുന്നു. ആ ഐലൻഡ് പോലെ കണ്ടില്ലേ, അവിടെയൊക്കെ വെള്ളം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മഴ കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു വിധം കുറവുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം എല്ലാം കണ്ടിന്യൂ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. നല്ല ചായ പോലെയുണ്ട് നമ്മുടെ വെള്ളം കാണാൻ. ശരിക്കും നല്ല കടുപ്പത്തിലുള്ള ഓരോ ഗ്ലാസ് ചായ, നമ്മുടെ വലിയ ചായ ഒഴുകി വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാണുമ്പോൾ കുടിക്കാൻ വരെ തോന്നും കേട്ടോ. അത്ര രസമാണ് നമ്മുടെ ചെളി വെള്ളത്തിൻ്റെ കളറെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഇല്ലിക്കാടിലൂടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല മോസ്റ്റായി ഇതായി ഇപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാനും പങ്കനും ഒരു കുടയിലാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുണ്ണി ഒരു കുടയിലാണ്, കുഞ്ഞാറ്റിയും പൊന്നുണ്ണിയും ഒറ്റ കുടയിലാണ്. അപ്പോൾ ടോട്ടലി 3 കൊടാസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട എടുത്തില്ലായിരുന്നെങ്കിൽ പനി കിട്ടിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നതാ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഒരു വലിയ എലി ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ എലീൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ആ എലിയാണ് അവിടെ ചത്ത് കിടക്കുന്നത്. പാവം തോന്നിയിട്ടോ എന്തൊക്കെയായാലും കണ്ടപ്പം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നടക്കുകയാണ് വീട്ടിലേക്ക് ഗായ്സ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കൈനഖം പൊട്ടി. അപ്പം ഞാനും ഭയങ്കര ലേസിയായി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വരുന്ന അന്നാണ് രാവിലെ എൻ്റെ കൈനഖം പൊട്ടിയത്. എങ്ങനെയാണ് പൊട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര ലക്കാണ് കേട്ടോ. എല്ലാ വിരലുകളിലും നമ്മുടെ നാച്ചുറലായ നഖം ഇങ്ങനെ വളർന്ന് കാണാമെന്ന് പറയുന്നത് വളരെ റെയറാണ്. ഭയങ്കര കഷ്ടമാണ്. അപ്പോഴേക്ക് ഏതെങ്കിലും ഒരു വിരലിലെ നഖം പൊട്ടും. അപ്പോൾ ഇത് മോസ്റ്റ് സീനായിട്ടാണ് പൊട്ടിയേക്കുന്നത്. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പോകുന്ന വഴിക്ക് അപ്പോൾ ആരുടെയോ വാഴയൊക്കെ ഇതാ വീണിട്ടുണ്ട് റോട്ടിലേക്ക്. അപ്പം നമ്മൾ ആ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുടയൊക്കെ ചൂടി ഇനി വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മൾ ഉച്ചയായി സമയം, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ചെന്ന പാടെ ഫുഡ് കഴിക്കണം, നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.